കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ആധികാരിക വിജയം നേടിയ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന്റെ കോച്ച് കൂടി ഇപ്പോൾ 24-നോടൊപ്പം ചേരുകയാണ്. തുടക്കം മുതൽ തന്നെ ഒരു ആധികാരികതയായിരുന്നു കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന്. എങ്ങനെയായിരുന്നു മത്സരം? മികച്ചതായിരുന്നു. കാരണം നമ്മൾ ആ ഒരു ഓപ്ഷൻ കണ്ടതാണ്. ഓപ്ഷനിൽ സഞ്ജുവിനെ ടീമിലേക്ക് കൊണ്ടുവരിക എന്നുള്ള നമ്മുടെ ഓണറായ സുഭാഷ്ജിയുടെ ഒരു വലിയൊരു വിഷൻ ആൻഡ് ഡ്രീം ആയിരുന്നു. അപ്പോൾ സഞ്ജുവിനെ ടീമിലേക്ക് കൊണ്ടുവരുന്നു, അതിൽ ഒരുപാട് സന്തോഷം. പക്ഷെ അതിനുശേഷമാണ് ആ ഒരു ചലഞ്ച് വെയിറ്റ് ചെയ്തത്. ഒരു 23 lakhs-നാണ് നമുക്ക് ടീം ബിൽഡ് ചെയ്യേണ്ടിരുന്നത്. പക്ഷെ അതെനിക്കൊരു ഉഗ്രൻ ചലഞ്ചായിട്ട് തോന്നി. ഇത് കൊള്ളാലോ. അങ്ങനെ നമ്മൾ മിടുക്കന്മാരായി 15-20 പേരെ കൃത്യമായിട്ട് ഹാൻഡ് പിക്ക് ചെയ്തു, അവരെ കൊണ്ടുവന്നു. സ്പെസിഫിക് ആയിട്ടുള്ള ഡിഫറെന്റ് രീതിയിലുള്ള ട്രെയിനിങ് കൊടുത്തു, അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുത്തു. അതിന്റെ ഒരു പ്രോസസ്സിന്റെ ഭാഗമായിട്ടാണ് ഈ മിടുക്കന്മാർ ഇന്ന് ട്രോഫിയായിട്ട് കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന് വേണ്ടി നിൽക്കുന്നത്. സഞ്ജുവിന്റെ അഭാവം ഒരു ഘട്ടത്തിലും പിന്നീട് ഒരു തിരിച്ചടിയായി മാറിയിട്ടില്ല. അതുപോലെയാണ് സഞ്ജു ടീമിനെ ഇൻസ്പയർ ചെയ്തിട്ട് പോയത്. കാരണം സഞ്ജു ഒരു സമയത്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ ദിവസമാണ് അന്ന് അദ്ദേഹം വൈകിട്ട് വന്ന് ടീമിന് വേണ്ടി മാച്ച് കളിക്കുന്നു. കൂടാതെ മിക്ക മാച്ചുകളും സഞ്ജു ജയിപ്പിക്കുന്നു. അത് ടീമിനെ ഒരുപാട് ഇൻസ്പയർ ചെയ്തു എന്ന് വേണം പറയാൻ. അപ്പോൾ സഞ്ജുവിന്റെ സാന്നിധ്യം ഇവിടെ ഒരു പ്രസൻസ് ഇല്ലെങ്കിൽ പോലും സഞ്ജുവിന്റെ ഒരു എനർജി ആൻഡ് ഓറ തീർച്ചയായിട്ടും ടീമിന്റെ കൂടെ ഉണ്ടായിരുന്നു. അത് കുട്ടികൾ അത് കണ്ടിന്യൂ ചെയ്തു, മികച്ച രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്തു. ഓൾ ക്രെഡിറ്റ്സ് ടു ദ ഹോൾ ബഞ്ച് ഓഫ്. ഫൈനൽ മത്സരത്തിലേക്ക് വന്നാൽ ഈ ടോസ് ഇവിടെ ഒരു നിർണായക ഘടകമായിരുന്നു. പക്ഷെ അതിലൊരു തിരിച്ചടി ഉണ്ടായിട്ടും അതൊക്കെ മാച്ചിനെ ബാധിച്ചതേയില്ല. നമ്മൾ ആദ്യമേ ഡിസ്കസ് ചെയ്ത കാര്യമാണ്, ഒരു ടോസിലാണ് മാച്ചിന്റെ റിസൾട്ട് ഡിസൈഡ് ചെയ്യുന്നത്. നമ്മൾ പിന്നെ കളിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ പാറ്റേൺസുകൾ ബ്രേക്ക് ചെയ്യാനുള്ളതാണ്. അപ്പോഴേ ഒരു ചാമ്പ്യൻ ടീം ഉണ്ടാവുള്ളൂ. ഇതുപോലെ ടോസ് തോറ്റിട്ട് എനിക്ക് തോന്നുന്നു 2-3 കളികൾ നമ്മൾ ജയിച്ചു. ആദ്യം ബാറ്റ് ചെയ്തു, രണ്ടാമത് ബോൾ ജയിച്ചു. അപ്പൊ ഇനി ഡ്യൂ ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എന്തൊരു ഫാക്ടർ ആയിക്കോട്ടെ, നമ്മൾ കളിക്കുന്നത് ജയിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ ഇനി ബാക്കി എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അതൊരു തടസ്സമല്ല. നമുക്ക് ജയിക്കാൻ ഇറങ്ങിയവർക്ക് ഇനി എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും, അത് പിച്ചിപ്പോ ഒരു വളരെ അൺഈവൻ ഒരു റോഡാണെങ്കിൽ പോലും നമ്മൾ അവിടെ കളിക്കണം. കാരണം ദാറ്റ് ഇസ് ദ ഫിയർലെസ് ആറ്റിറ്റ്യൂഡ് അല്ലേ. ആ ഡോമിനേഷനാണ് നമുക്ക് തീർച്ചയായിട്ടും കൊച്ചിയിലൂടെ കാണാൻ സാധിച്ചത്. KCLലേക്ക് വന്നാൽ മികച്ച താരങ്ങളെ വാർത്തെടുക്കാനുള്ളൊരു പ്ലാറ്റ്ഫോം കൂടിയല്ലേ? ഒരു സംശയമില്ല. KCAക്ക് ഒരുപാട് വലിയ നന്ദി പറഞ്ഞ് മതിയാവും. കാരണം കഴിഞ്ഞ സീസൺ ഇതൊരു വലിയ സക്സസ് ആയിരുന്നു. ഈ സീസൺ ഒരു മേ ബി 20x മുകളിലേക്കാണ് പോയിരിക്കുന്നത്. ഒരുപാട് പ്ലേയേഴ്സിന് ഇതിലൂടെ ഒരു പ്ലാറ്റ്ഫോം തുറക്കുന്നുള്ളതിൽ ഒരു സംശയമില്ല. കാരണം ഒരുപാട് ടാലന്റ് സ്കൗട്ട് IPL-ന്റെ വരുന്നുണ്ട്. സഞ്ജുവിനോട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഓരോ പ്ലേയേഴ്സിന്റെ കാര്യങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് തുറന്നിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.